Hello dear aspirants, welcome back to EduPod. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ IIT, NIT, then ട്രിപ്പിൾ ഫീ സ്ട്രക്ചറിനെ കുറിച്ച്, അതുപോലെ തന്നെ പ്ലേസ്മെന്റിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ ക്യാമ്പസ് ലൈഫ്, ദെൻ അത് ഏതൊക്കെ കരിയറുകളിലാണ് നമുക്ക് ഓരോ ക്യാമ്പസുകളും ഫിറ്റ് ആവുക എന്നുള്ളതൊക്കെയാണ്. സോ ഓവറോൾ കമ്പാരിസൺ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ട്രിപ്പിൾ IITകളും NITകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോയിലൂടെ മനസ്സിലാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു വീഡിയോ. ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫീ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ NIT, IIT ദെൻ IITയിലേക്ക് വരികയാണെങ്കിൽ IITകളിലാണ് ആക്ച്വലി ഫീസ് കൂടുതൽ എന്ന് പറയുന്നത്. സോ നമുക്ക് കേരളത്തിലുള്ള 3 ക്യാമ്പസുകൾ, അതായത് NIT കാലിക്കറ്റിലെയും IIT പാലക്കാടിലെയും അതോടൊപ്പം തന്നെ IIT കോട്ടയത്തിലെയും നമുക്ക് ഫീ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ NITയിൽ ഏതാണ്ട് പെർ സെമസ്റ്ററിൽ വരുന്നത് 62,500 ആണ് ആക്ച്വലി ഫീ വരുന്നത്. വെൻ കമ്മിങ് ടു IIT പാലക്കാട് ഇത് ഏതാണ്ട് ഒരു 1 lakh ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. വെൻ കംസ് ടു IIT കോട്ടയം അത് വരുന്നത് 1.6 lakh ആണ്. ബട്ട് ഇവിടെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് NIT കാലിക്കറ്റിലും IIT പാലക്കാടിലും നമുക്ക് ഇൻകം അനുസരിച്ചുള്ള ഫീ വേവറുകൾ കിട്ടും. അതായത് നമ്മളുടെ ഇൻകം, നമ്മുടെ ഫാമിലി ഇൻകം, ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 1 lakhൽ താഴെയാണെങ്കിൽ നമുക്ക് ഫീ എന്ന് പറയുന്നത് NIT കാലിക്കറ്റിലും IITയിലും 0 ആണ്. ബട്ട് നമ്മൾ ഇതിലേക്ക് വരികയാണ്, നമുക്കൊരു 1 lakh above, 1 lakh to 5 lakh ആണ് നമ്മുടെ ഇൻകം എങ്കിൽ നമുക്ക് വരുന്നത് NIT കാലിക്കറ്റിൽ 20,868 ആണ് നമ്മുടെ ഫീ വരുന്നത്. അതാണ് 21,000 അടുത്താണ് നമുക്ക് ഫീ വരുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ഇൻകം 5 lakh, ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 5 lakh above ആണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 62,500 എന്ന ഫീ നമ്മൾ അടയ്ക്കേണ്ടത്. ബട്ട് നമ്മൾ IITകളിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു പബ്ലിക് പ്രൈവറ്റ്, അതായത് PPP മോഡൽ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഫുൾ ഫീ തന്നെ അടക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ IITകളിൽ ഫീ കമ്പാരിറ്റീവ്ലി കൂടുതൽ തന്നെയാണ്. ദെൻ നമ്മൾ പ്ലേസ്മെന്റ് പെർഫോമൻസിന്റെ ഡാറ്റയിലേക്ക് വരുമ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ എവിടെ പോയി സംസാരിക്കുകയാണെങ്കിലും IITian ഈസ് എ ബ്രാൻഡ്, അതൊരു വേൾഡ് ക്ലാസ് ബ്രാൻഡ് തന്നെയാണ്. സോ പ്ലേസ്മെന്റ് കാര്യത്തിലാണെങ്കിലും നമ്മൾ കണ്ടതാണ്, IIT ബോംബെയിൽ ഏതാണ്ട് 4 crore പാക്കേജ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേസ്മെന്റ് കാര്യത്തിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ IITകൾക്ക് തന്നെ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. വെൻ കമ്മിങ് ടു NITകൾ, IITകളുടെ അത്രയും പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ പോലും പ്ലേസ്മെന്റിൽ NITiനും ആൾസോ എ ഗുഡ് ബ്രാൻഡ് തന്നെയാണ്. സോ NITയിലും അത്യാവശ്യം നല്ല പ്ലേസ്മെന്റും സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വെൻ കമ്മിങ്സ് ടു IITകളെ NITകളെയും കമ്പയർ ചെയ്യുമ്പോൾ ആവറേജ് പാക്കേജ് ഒരു പക്ഷേ ചില IITകൾക്കായിരിക്കും ചില NITകളെക്കാൾ കൂടുതൽ. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ കൂടുതൽ NITകളിൽ നിന്നും ഹയസ്റ്റ് പ്ലേസ്മെന്റ്, ഇനീഷ്യൽ തന്നെ ഹയസ്റ്റ് പ്ലേസ്മെന്റ് കിട്ടുക നമ്മുടെ ടെക് മേഖലകളിലേക്കുള്ള ജോലികളിലേക്കായിരിക്കും. അപ്പോൾ IITകൾ എന്ന് പറയുന്നത് ആ ഒരു ടെക് മേഖല, അതായത് സർക്യൂട്ടൽ ബ്രാഞ്ചസ് മാത്രമാണ് IITകൾ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ IT പരമായിട്ടുള്ള സാധനങ്ങൾ മാത്രമായതുകൊണ്ട് തന്നെ, ഇവിടെ IT കരിയർ ഓപ്പർച്യൂണിറ്റീസ് മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് NITകളിലുള്ള ഓവറോൾ ആവറേജ് നോക്കുമ്പോൾ ഒരു പക്ഷേ IIT കൂടുതലായിരിക്കുമെങ്കിലും, പക്ഷേ നമ്മൾ ഇവിടുത്തെ സർക്യൂട്ടൽ ബ്രാഞ്ചസ്, അതായത് ഇവിടെയുള്ള സർക്യൂട്ടൽ ബ്രാഞ്ചസ് വേഴ്സസ് NITയിലെ സർക്യൂട്ടൽ ബ്രാഞ്ചസ് വേഴ്സസ് നമ്മൾ IITയിലെ സർക്യൂട്ടൽ ബ്രാഞ്ചുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ NIT തന്നെയായിരിക്കും കൂടുതൽ NITകൾ മുകളിലായിരിക്കും. ബട്ട് ചില IITകൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ IIT ബാംഗ്ലൂരൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന ക്യാമ്പസുകളാണ്, IIT ബാംഗ്ലൂർ ആൻഡ് IIT ഹൈദരാബാദ് ഒക്കെ പോലെയുള്ളത്. ദെൻ കമ്മിങ്സ് ടു ക്യാമ്പസ് ലൈഫ് ആൻഡ് കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ IITകൾ ഓവറോൾ എക്സ്പീരിയൻസ്, അതായത് ഐക്കോണിക് ഫെസ്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ IIT ബോംബെയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂഡ് ഇൻഡിഗോ ഉണ്ട്, IIT മദ്രാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാരംഗ്, അതുപോലെ ടെക് ഫെസ്റ്റ്, ആ ഒരു ഫെസ്റ്റിവൽ ആ ഒരു മോഡിൽ നോക്കുകയാണെങ്കിൽ IITകളും ദെൻ NITകൾ. ഇപ്പോൾ NITകളിലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന NIT കാലിക്കറ്റിൽ രാഗം ആൻഡ് തത്വ എന്ന് പറയുന്നത്, രാഗം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ആണ്. ദെൻ കമ്മിങ്സ് ടു തത്വ ഈസ് സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റും ആണ്. അപ്പോൾ IITകളും NITകളും എന്ന് പറയുന്നത് വളരെ വൈബ്രന്റ് ക്യാമ്പസുകളാണ്. ഓവറോൾ എക്സ്പീരിയൻസ് ഉണ്ടാകും ആൻഡ് കംപ്ലീറ്റ് കോളേജ് എക്സ്പീരിയൻസ് ഉണ്ടാകും. ബട്ട്
നമ്മളെ NIT-കളും IIT-കളും ഫെസ്റ്റിവലിനും സാധനങ്ങൾക്കും അതോടെ തന്നെ ടെക് ഫെസ്റ്റും കൾച്ചറൽ ഫെസ്റ്റും ഒക്കെ ഉണ്ടാവുമെങ്കിലും IIT-കളിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി ഒരു കോഡിംഗ് കൾച്ചർ ആ ഒരു രൂപത്തിലേക്കായിരിക്കും. അതായത് ഹാക്കത്തോണുകൾ, കോഡിംഗ് ക്ലബ്സ്, ഡെവ് കമ്മ്യൂണിറ്റീസ്, ആ രീതിക്കുള്ള, അതായത് നമ്മൾ കരിയർ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടെ ഒരു നമ്മളൊരു ഫ്രീ ആയിട്ടൊരു ഇൻഡിപെൻഡന്റ് രീതിയിലായിരിക്കില്ല, കുറച്ചുകൂടെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിക്കുള്ള സാധനമായിരിക്കും. അത്രയും ക്യാമ്പസ് ഫ്രീഡം നമുക്ക് NIT-കളും IIT-കളിലും ഉള്ളതുപോലെ IIT-കളിൽ കിട്ടൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദെൻ കമ്മിങ്സ് ടു കരിയർ പാത്ത്, അതായത് നമ്മൾ എങ്ങോട്ട് പോകണം, അതായത് നമ്മളൊരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസ് നോക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നല്ലൊരു പ്ലേസ്മെന്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി IIT ഈസ് ദി ബെസ്റ്റ്. ബട്ട് നമ്മളൊരു കോർ എഞ്ചിനീയറിങ് ആ രീതിക്കുള്ള ജോലികൾ നോക്കുകയാണെങ്കിൽ IIT-കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് NIT-കളാണ്. ബട്ട് സം NITs ആർ മച്ച് ബെറ്റർ ദാൻ സം IIT. ചില IIT-കളേക്കാൾ ബെറ്റർ ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ NIT കാലിക്കറ്റ് IIT പാലക്കാടിനേക്കാൾ ബെസ്റ്റ് ആണ്. NIRF റാങ്കിങ് പ്രകാരം മറ്റുള്ളതായിട്ടുള്ള ഡാറ്റകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദെൻ വെൻ കമ്മിങ്സ് ടു IIT-കളിലേക്ക് പോവുകയാണെങ്കിൽ കോഡിംഗ്, AI, സോഫ്റ്റ്വെയർ കരിയർ, ആ രീതിക്കുള്ള കരിയറുകൾ മാത്രമേ നമുക്ക് ആക്ച്വലി IIT-കളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ദെൻ വാട്ട്സ് റിയലി മാറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ, നമ്മൾ കോളേജ് ടാഗ് കൊണ്ട് മാത്രം ആക്ച്വലി നമ്മൾ സക്സസ്ഫുൾ ആവുമെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇല്ല എന്ന് വേണം പറയാം. ബട്ട് കോളേജ് ടാഗും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കില്ല്, ഇന്റേൺഷിപ്പ്, നെറ്റ്വർക്കിംഗ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്. ദെൻ നമ്മൾ ഒരു ഓവറോൾ സാധനം നോക്കുകയാണെങ്കിൽ നമുക്ക് IIT എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദി വേൾഡ് ക്ലാസ് ടാഗ് തന്നെയാണ് IITian എന്നുള്ളത്. കാരണം ഒബ്വിയസ്ലി നമ്മളൊരു ഇന്റർവ്യൂ, നമ്മളൊരു പുറത്തൊരു ഇന്റർനാഷണൽ കമ്പനിയിൽ MNC-യിലൊക്കെ പോവുകയാണെങ്കിൽ സംസാരിക്കുമ്പോൾ IITian എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും IIT NITs ഒക്കെ. ബട്ട് IITs ആ ഒരു ലെഗസി, അതായത് NIT-ക്കും IIT-ക്കും പറയാനുള്ള ആ ഒരു പൈതൃകവും സാധനവും IIT-കൾക്ക് അത്രത്തോളം ഇല്ല. ബട്ട് ഒരുപക്ഷെ അപ്കമിങ് ഇറകളിൽ ഒരുപക്ഷെ വന്നേക്കാവുന്നത് തന്നെയാണ്. ദെൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കോളേജിലേക്ക് എത്തുക, അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ നിന്നും സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ ഒബ്വിയസ്ലി നമ്മളെ കരിയറിൽ സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഒരു പക്ഷേ IIT-യോ NIT-യോ അല്ലെങ്കിൽ IIIT-യോ ഡ്രീം ചെയ്യുന്നവരായിരിക്കും. IIT ബോംബെ, IIT മദ്രാസ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ NIT കാലിക്കറ്റ്, NIT ട്രിച്ചി ഉൾപ്പെടെയുള്ളത്, അല്ലെങ്കിൽ IIT ഹൈദരാബാദ്, IIT ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള IIT-കൾ ഡ്രീം ചെയ്യുന്ന ഒരാളായിരിക്കും. സോ നിങ്ങളുടെ ഡ്രീം ക്യാമ്പസ് എന്തായാലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.